പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമായിട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യൻ ആർമി ഇടപെടുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ബുദ്ധന്മാരുടെ സൈന്യം എന്നറിയപ്പെടുന്ന അരക്കൻ ആർമി അവിടെ ഇടപെടുന്നു. മ്യാൻമർ വിമത സേനയാണ്. അരക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ പടിഞ്ഞാറൻ മാധ്യമങ്ങളിലൊക്കെ വരും. നമ്മുടെ നാട്ടിൽ എന്താണാവോ ബംഗ്ലാദേശിന് ക്ഷീണം പറ്റുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യില്ലെന്ന് നമ്മുടെ മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയൊരു സംഭവം പറയാം. ഇത് 15-ാം തീയതിയാണ് ആദ്യമായി, ഡിസംബർ 15-ന്, ഇന്നിപ്പോൾ എത്രയായി, 19 അല്ലേ, 4 ദിവസം കഴിഞ്ഞു, ആദ്യമായി അരക്കൻ ആർമി അവിടെ തേരാവാദ എന്ന് പറയുന്ന ബുദ്ധമത വിഭാഗമുണ്ട്. തേരാവാദ എന്നറിയപ്പെടും, തേരാവാദ ബുദ്ധമതക്കാർ, അവരുടെ ഒരു സേനയാണ് ഈ അരക്കൻ ആർമി, AA എന്ന് പറയും. ഒരു 40,000-ഓളം സായുധ ഗറില്ലകളുള്ള സംഘമാണ്. അപ്പോൾ അവരാണ് ആക്രമിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായും ഉള്ളത് അവിടുത്തെ രാഖൈൻ പ്രവിശ്യ, രാഖൈൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യ ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവരാണ് ഭരിക്കുന്നത്. മ്യാൻമറിൽ പട്ടാളം ഭരണമാണെന്നറിയാലോ. മ്യാൻമർ പട്ടാളത്തിന് ഇവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ആ പ്രദേശത്ത് സ്വയം ഭരണം പോലെയാണ് രാഖൈൻ മേഖല. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഡിസംബർ 15-നാണല്ലോ ഈ ആക്രമണം ഉണ്ടായത്. ഡിസംബർ 13-ന് മ്യാൻമറിൽ വലിയൊരു പ്രളയം ഉണ്ടായി. പ്രളയം ഉണ്ടായിട്ട് ഈ രാഖൈൻ മേഖല ഉൾപ്പെടെ, അതായത് അരാക്കൻ ആർമിയുടെ പ്രവർത്തന മേഖലയായ സ്വയംഭരണ പ്രദേശമായ രാഖൈൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രളയവും പ്രളയക്കെടുതിയും ഉണ്ടായി. ഡിസംബർ 13-ന് ആ പ്രളയക്കെടുതിയിൽപ്പെട്ട രാഖൈനിലുള്ള ആളുകളെ ഉൾപ്പെടെ സഹായിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യ 2800 മെട്രിക് ടൺ, വലിയ 2800 ടണ്ണല്ല, മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ അങ്ങോട്ട് കയറ്റി വെച്ചു രാഖൈനിലേക്ക്, ദുരിതബാധിതർക്ക്. 13-ാം തീയതിയാണ് തേരാവാദ ബുദ്ധമതക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്തെ പ്രളയബാധിത മേഖലയിലേക്ക് 2200 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി വെച്ചത്. ഡിസംബർ 13-ന്. ഡിസംബർ 15-ന് രാഖൈൻ ഭരിക്കുന്ന അരാക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിച്ചു. രണ്ടും കൂടെ വല്ല ബന്ധമുണ്ടോയെന്ന് ഞാൻ പറയത്തില്ല, വെറുതെ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. അതെനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, എന്തോ സംഭവിച്ചു. അപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഒരു പേടിയുണ്ട്. അവിടെ ഹിന്ദുക്കളെ വല്ലാതെ കൂട്ടക്കൊല ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയി. അപ്പോൾ ഹോട്ടലിൽ നമ്മളെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബംഗ്ലാദേശിലെ ഭാര്യ ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഞാനൊരു വീഡിയോ കണ്ടു, 2 സെക്കൻഡേ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ നാവ് മുറിക്കുന്ന വീഡിയോ ആണ്. അതെ. ഞാൻ പറഞ്ഞു, ഞാനത് 1 മിനിറ്റോളം കണ്ടു. ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യൻ നിലത്തിരിക്കുക, അയാളെ അതിഭീകരമായി മർദ്ദിച്ചിട്ട് നാക്ക് നീട്ടടാന്ന് പറയുന്നു. നാക്ക് നീട്ടിക്കഴിഞ്ഞ് കത്തി കൊണ്ട് അയാളുടെ നാക്ക് മുറിക്കുന്നു. എന്നിട്ട് നാക്കിൻ്റെ കഷ്ണം അയാളുടെ കൈ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കടന്ന് അയാളുടെ കൈയെടുത്ത് ഇങ്ങനെ ഒരു പലകപ്പുറത്ത് വെക്കുന്നു. എന്നിട്ട് വാൾ കൊണ്ട് വെട്ടുന്നു. 5 വിരലുകളും ചിരിച്ചു പോകുന്നു. എനിക്ക് അപ്പോഴേ തല കറങ്ങി. ഞാൻ പറഞ്ഞു, ഞാനത് കണ്ടു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും കൊല്ലാക്കൊല ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ അപ്പോൾ അവിടെ സേവ് ഗസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയല്ലോ. ബംഗ്ലാദേശിന് വേണ്ടി ഒരൊറ്റയാൾ ഇവിടെ നിലവിളിക്കാനില്ല കേരളത്തിൽ, അല്ലേ? ഒന്നും പറയാൻ ആരുമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു ചർച്ച നടത്തി. ബംഗ്ലാദേശിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു മേനോത്തി, എവിടെയുള്ള തൃശ്ശൂരുകാരി മറ്റുമാണ് ബംഗ്ലാദേശിൽ, അവരെ കാണാനില്ല ഇപ്പം. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലേ? ഒരു പ്രശ്നമില്ല. ബംഗ്ലാദേശെല്ലാം സമാധാനമാണെന്ന് പറഞ്ഞൊരു കൂലിപ്പണിക്കാരിയെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഗീർവാണം അടുപ്പിച്ചു. ഇപ്പോൾ എവിടെയാണ് അവരവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അതോ ഇനി തട്ടം ഇട്ട് മറ്റതിനകത്ത് ബുർഖയ്ക്കകത്ത് കയറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മാധ്യമം. കേരളത്തിൽ ആർക്കും ഒരു വിഷമമില്ല. കാരണം ഹിന്ദു ആണല്ലോ കൊല്ലപ്പെടുന്നത്. ക്രിസ്ത്യാനി കുറച്ചുണ്ട്. ക്രിസ്ത്യാനി മൈക്രോ മൈനോറിറ്റിയാണ്. അവിടെയുള്ളൊരു സംഘടനയുടെ പേരെന്നറിയാം, ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് ജൈന സിഖ് ഓർഗനൈസേഷനാണ്. അങ്ങനെ സംഘടനയുണ്ട് എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷേ 1,31,00,000 ഉണ്ട് ഹിന്ദുക്കൾ. ക്രിസ്ത്യാനിയൊക്കെ 1000, 5000, 10,000 ഒക്കെ ഉള്ളൂ. ഇതുങ്ങളെയൊക്കെ പള്ളികൾ കത്തിക്കുന്നു, അമ്പലങ്ങൾ നശിപ്പിക്കുന്നു, ഇസ്കോൺ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനയെ ഉപദ്രവിക്കുന്നു. അങ്ങനെ വല്ലാത്ത ക്രൂരത. ഈ വിളവുകൾ നശിപ്പിക്കുന്നു, കന്നുകാലികളെ കൊല്ലുന്നു. അങ്ങനെ ഇസ്ലാമിസ്റ്റ് ഭീകരർ, ജമാഅത്തെ ഇസ്ലാമി ഭീകരർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവർക്ക് ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഈ മറ്റേ ചർച്ചയുണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ഇതിനെക്കുറിച്ച്, ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കുഴപ്പമാണെങ്കിൽ അവർ ക്ഷമിക്കട്ടെ, അവരറിഞ്ഞിട്ടില്ല. ഏതായാലും അവിടെ ഇത്രയും ഭയങ്കര ഭീകരത ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും. ബുദ്ധമതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു വിഭാഗം തന്നെയാണ്, അല്ലേ? ഹിന്ദുക്കൾ ഓം എന്ന് പറയുമ്പോൾ അത് ഓം മണിപത്മേ ഹും എന്ന് പറയുന്നു. ദശാവതാരങ്ങളിൽ ഒന്നായിട്ടാണ് ഹിന്ദുക്കൾ ശ്രീബുദ്ധനെ കണക്കാക്കിയിരിക്കുന്നത്.
ഹിന്ദുമത ക്ഷേത്രങ്ങളിൽ ബുദ്ധമതക്കാർ വരാറുണ്ട്. ബുദ്ധമതങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കളും ബുദ്ധനെ ആരാധിക്കാറുണ്ട് അല്ലേ? ഹിന്ദുക്കളുടെ വീട്ടിൽ ബുദ്ധൻ്റെ ചിത്രമോ പ്രതിമയോ ഇല്ലാത്ത ഹിന്ദു ഭവനങ്ങൾ കുറവാണ്. അത്ര താതാത്മ്യമുള്ള മതങ്ങളാണ്. നമ്മുടെ സഹോദര മതമാണ് എന്നല്ല, ഹിന്ദുമതത്തിൻ്റെ ഭാഗം തന്നെയാണ് ബുദ്ധമതവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധമതക്കാർ താമസിക്കുന്ന ഒരു രാഖൈൻ മേഖലയിലാണ് അരാക്കൻ ആർമികളുള്ളത്. അപ്പോൾ അവർ, ഞാൻ പറഞ്ഞു വന്നതല്ല, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ വലിയ തോതിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയാവുകയാണ് ബംഗ്ലാദേശിൽ. ഒരുപക്ഷെ ഇന്ത്യ കയറി ഒരു ഇടപെടൽ ഉണ്ടാക്കുമോ എന്ന് വല്ലാത്ത പേടിയുണ്ട് ബംഗ്ലാദേശിന്. അതുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ വ്യാപകമായി ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള വളരെ ചെറിയ സേനയാണ്, കഷ്ടിച്ച് 1 ലക്ഷം പേരൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അതിൽ തന്നെ സൈന്യം എന്ന് പറയുമ്പോൾ 40-50 പേരെ കാണത്തുള്ളൂ, ബാക്കിയൊക്കെ അവരെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് അഭയാർത്ഥികൾ ഓടി പോരാതിരിക്കാനും, ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും നുഴഞ്ഞു കയറി അങ്ങോട്ട് പോയി ആക്രമണം നടത്താതിരിക്കാനും, ഇവിടുന്ന് ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ആസാമിൽ നിന്നൊക്കെ ഒരുപക്ഷെ ക്ഷുഭിതരായ ഇന്ത്യക്കാർ അങ്ങോട്ട് കയറി ആക്രമണം നടത്താതിരിക്കാനും വേണ്ടിയിട്ട് കൂടുതൽ പട്ടാളത്തെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ മ്യാൻമറിൻ്റെ അതിർത്തി ദുർബലമായിപ്പോയി. അപ്പോൾ ഡിസംബർ 15-ാം തീയതി അരാക്കൻ ആർമി അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 270 കിലോമീറ്റർ അവർ പിടിച്ചു. 270 കിലോമീറ്റർ അതിർത്തിയിൽ 270 കിലോമീറ്റർ ഇപ്പോൾ അരാക്കൻ ആർമിയുടെ കയ്യിലാണ്. അവിടെ ടെക്നാഫ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ടെക്നാഫ് ഒരു മേഖല, ചെറിയ സ്ഥലമൊന്നുമില്ല, ടെക്നാഫ് മേഖല. ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ല എന്നൊക്കെ പറയുന്നത് ടെക്നാഫ് മേഖല ഇപ്പോൾ അരാക്കൻ ആർമിയുടെ കയ്യിലാണ്. ടെക്നാഫിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെയാണ് റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുള്ളത്. അതൊരു പറയുമ്പോഴത്തേക്ക് നോക്കണം, ഈ അരാക്കൻ ആർമിയോട് ബർമ്മയിൽ മ്യാൻമറിൽ പൊരുതിയിരുന്നവരാണ് റോഹിംഗ്യൻ സാൽവേഷൻ ആർമി. റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടുത്തെ ബുദ്ധമതക്കാരെ വല്ലാതെ ഉപദ്രവിച്ച് ജിഹാദ് നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ചെറുപ്പക്കാർ 2009 സംഘടിച്ച് തേരാവാദ ബുദ്ധമതക്കാർ ഉണ്ടാക്കിയതാണ് അരാക്കൻ ആർമി. അപ്പോൾ അന്ന് ഏറ്റുമുട്ടി അവസാനം ഈ റോഹിംഗ്യൻ ഭീകരന്മാരെ മുഴുവൻ അവിടുത്തെ അരാക്കൻ ആർമി ഓടിച്ചു. അത് കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു. കാരണം ഗതികെട്ട് ബുദ്ധമതക്കാരെന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവർ വരെ ആയുധം എടുക്കേണ്ടി വന്നു. ആയുധം എടുക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കിയേ, കടിക്കാത്ത പട്ടിയുടെ വായിലല്ല അണ്ണാക്കി കോലിട്ട് കുത്തിയപ്പോൾ ആയുധം എടുത്തു. അവർക്ക് ആയുധം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. അവരെന്തായാലും ആയുധം എടുത്തു. അങ്ങനെ റോഹിംഗ്യൻകാർ കുറ്റിയും പറിച്ചു ലോകം മുഴുവൻ ഓടി. നമ്മുടെ കേരളത്തിൽ വരെയുണ്ട് ഇപ്പോൾ റോഹിംഗ്യൻ. കഴിഞ്ഞ ദിവസത്തിൽ തന്നെ പിടിച്ചു അല്ലേ, കോഴിക്കോട് നിന്ന്. ആസാം പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോയി. പാകിസ്ഥാൻ പൗരനാണ്. അവിടെ UAPA കേസിൽ പ്രതിയാണ്. അതെ, കോഴിക്കോടും കാസർഗോഡും ഒക്കെ ഉണ്ട്. നമ്മുടെ നടന്ന അൽത്താഫ് ഗിൽത്താഫ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പലവനും റോഹിംഗ്യൻസ് ആണ്. ബംഗാളിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, മമതയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വരും, കേരളത്തിൽ നിന്നും കൊടുക്കും. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ഓടിപ്പോയ, അതായത് അരാക്കൻസിൻ്റെ ശത്രുക്കളായ റോഹിംഗ്യൻസിൻ്റെ ക്യാമ്പ് ഈ ടെക്നാഫിലാണ്. അവിടെ ഇപ്പോൾ അരാക്കൻ്റെ കയ്യിലാണ് ക്യാമ്പ്. അപ്പോൾ മിക്കവാറും റോഹിംഗ്യൻസിന് നല്ല ബേഷായിരിക്കും ഒന്നത്. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലവും ടെക്നാഫിന് ചേർന്നുണ്ട്, സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അമേരിക്ക വേണം എന്ന് പറഞ്ഞിരുന്ന സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്. അപ്പോൾ അതൊരു വലിയ ലക്ഷ്യം. അതെ, ഹസീന പറഞ്ഞിരുന്നല്ലോ, ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്ക ചോദിച്ചു, കൊടുക്കാത്തത് കൊണ്ടാണ് എന്നോട് ഈ പക. അതിനു മുമ്പ് പറഞ്ഞു ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണമെന്നൊരു വെളുത്ത മനുഷ്യൻ, വെള്ളക്കാരൻ വന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഡൊണാൾഡ് ലൂ ആണ്, ഓർക്കുന്നില്ലേ? ഞാനത് സമ്മതിച്ചില്ല എന്ന് ഈ സ്ഥാനഭ്രഷ്ടയാകുന്നതിന് മുമ്പേ ഹസീന പറഞ്ഞു. നമ്മളിവിടെ സംസാരിച്ചതാണ്. അതിനുശേഷം സ്ഥാനഭ്രഷ്ടയായതിനു ശേഷം ഹസീന പറഞ്ഞു, ഞാനത് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോഴും പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ആ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഈ ടെക്നാഫിൽ നിന്ന് കൈ നീട്ടിയ തൊടാവുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പോൾ അരാക്കൻ ആർമി വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൗണായ മൗണ്ടോ ടൗൺ ബംഗ്ലാദേശിലെ പിടിച്ചിട്ടുണ്ട് റോഹിംഗ്യനല്ല അരാക്കൻ ആർമി. അപ്പോൾ ഈ ചിലപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് ആർമി കൈയെടുക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടെ അല്ലേ? പറ്റില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവർക്ക് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പട്ടാളത്തെ പിൻവലിക്കാനും വയ്യ, അങ്ങോട്ട് ചെല്ലാനും വയ്യ. അപ്പോൾ ഇവർ ബംഗ്ലാദേശ് സേന റോക്കറ്റ് ലോഞ്ചറുകളും വിമാനവും ഒക്കെ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. അവർ ഗറില്ല തന്ത്രങ്ങളിൽ ഭയങ്കര അഗ്രഗണ്യരാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ രാഖൈൻ പ്രവിശ്യയിൽ നിന്ന് അരാക്കൻ ആർമിയെ ബംഗ്ലാദേശിലേക്ക് കടത്തിവിട്ടത്? അപ്പോൾ ഈ പാകിസ്ഥാനിലൊക്കെ പണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പോവുകയും അവിടെ ഒളിച്ച് പാർത്ത് ആ സൈനികരിൽ ഒരാളായിട്ടോ അല്ലെങ്കിൽ അവിടെ മതം ഒരു മുസ്ലിമായിട്ട് പുള്ളി ഒരുപാട് ചെയ്യുന്ന ഒരാളല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ ബംഗ്ലാദേശ് മ്യാൻമറിൽ അദ്ദേഹം പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പട്ടാളക്കാരനായിട്ട്
അജിത് ഡോവൽ. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ പോയി ഒരു ജോലി ചെയ്യാൻ അജിത് ഡോവൽ അന്ന് അവിടെ സഹകരിച്ച ആളുകൾക്ക് ഇന്ന് അവിടെ പട്ടാളത്തിലൊക്കെ വലിയ വലിയ ചുമതലകളൊക്കെ ഉണ്ട്. അജിത് ഡോവൽ ഫോൺ ബന്ധത്തിൽ ഒരു ടെലിഫോൺ കോളിൽ അദ്ദേഹത്തിന് ബന്ധപ്പെടാവുന്ന ഒരുപാട് ആളുകൾ മ്യാൻമറിലുണ്ട്. പിന്നെ അത്യാവശ്യം കാര്യമായി ഇടപെടുന്ന ഒരു സ്ഥലമാണ് മ്യാൻമാർ, നമ്മുടെ അതിർത്തിയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഡിസംബർ 13 നമ്മൾ അരി കൊടുത്തു. 15 റാഖൈൻ മേഖലയിലേക്കാണ് അരി കൊടുത്തത്. കുറച്ച് അരി ഉണ്ടാവില്ലേ അരിയെ കൊടുത്താൽ? ദുരിതമല്ലേ. അപ്പോൾ അവർക്ക് അരി മാത്രം പോരാ, ഈ തോക്കുമൊക്കെ ആരാണ് കൊടുക്കുന്നതൊക്കെ അന്വേഷിക്കണം. കാരണം മ്യാൻമറിൽ മണിപ്പൂർ വഴി മ്യാൻമറിലേക്ക് ഒരു ഫ്രീ പാസേജ് ഉണ്ട്. 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും പോകാം. അതിനൊരു തടസ്സമില്ലല്ലേ? സാധനങ്ങളൊക്കെ പോകാനൊക്കെ വഴിയൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഇന്ത്യ ആണോ റോ ആണോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. യൂനിസിൻ്റെ ശബ്ദം കേൾക്കാനില്ല. യൂണിസ് ഇടയ്ക്ക് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടത്താൻ പോവാ. 2 വർഷം കൂടെ ഞാൻ ഇരിക്കുന്നു. 2 വർഷം കൂടെ ഞാൻ ഉണ്ടാവുന്നല്ലേ? ഞാനാണ് 2 വർഷം കൂടെ സാറ്. അപ്പോൾ ഏതായാലും സാർ എങ്ങനെയാവും, സാറേ സാമ്പാറേ എന്നൊക്കെ പറഞ്ഞ പോലെ യൂനിസിൻ്റെ സ്ഥിതി എന്താവും അറിയത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത് അറാക്കൻ ആർമി നടത്തിയ ആക്രമണം എല്ലാ ഡീറ്റെയിൽസുമായിട്ട് വിദേശ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പത്രത്തിൽ മാത്രം ഒരു വാർത്തയും വരുന്നില്ല. നമ്മുടെ ഏഷ്യാനെറ്റ് അറിഞ്ഞിട്ടില്ല, 24 അറിഞ്ഞിട്ടില്ല. ഈ അരാക്കൻ ആർമി ബംഗ്ലാദേശ് സൈന്യം ഇനി അറ്റാക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായാൽ ഉടനെ പറയും അരാക്കനെ തുരത്തി, അത് വരും. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വാർത്ത ആളുകൾ അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെ ബംഗ്ലാദേശികൾ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന്, വംശഹത്യക്ക് ചോദിക്കാൻ ഒരു ശബ്ദം മ്യാൻമറിൽ നിന്നുണ്ടായിരിക്കുന്നു. ഒരു വെടിയുണ്ടെങ്കിൽ ഒരു വെടിയുണ്ട അവിടെ നിന്ന് വന്നിട്ടുണ്ട്. 270 കിലോമീറ്റർ കയ്യിൽ നിന്ന് പോയി എന്നും പറയപ്പെടുന്നു. ഏതായാലും അങ്ങനെ സംഭവിച്ചെങ്കിൽ ബംഗ്ലാദേശിനുള്ള ഒരടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു രാജ്യമാണ്. ചിലർ പറയാനുണ്ട് നരേന്ദ്രമോദിയെ ഉപദ്രവിച്ചാൽ നരേന്ദ്രമോദി ഉടനെ ഒന്നും പ്രതികരിക്കില്ല, കാത്തിരുന്നിട്ട് അതിന് മറുപടി കൊടുക്കുമ്പോൾ അത് വെറും ഒരു മറുപടിയല്ല, ആ മറുപടി കിട്ടുന്നവൻ പിന്നെ ഉണ്ടാവത്തില്ല. അങ്ങനൊരു മറുപടി വലിയ താമസമില്ലാതെ ബംഗ്ലാദേശിന് കിട്ടും എന്നതിൻ്റെ തുടക്കമായിരിക്കാം ഒരുപക്ഷെ അരാക്കൻ ആർമിയുടെ ഈ ഇടപെടൽ. ഒരിക്കൽ കൂടി പറയാം, അരാക്കൻ ആർമി തേരവാദ ബുദ്ധമതക്കാരുടെ സേനയാണ്.